പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 66 സങ്കീർത്തനം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ബലിയർപ്പണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന സങ്കീർത്തകൻ എടുത്തു പറയുകയാണ്. ഇവിടെ ദഹനബലിയുമായി ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരും, അങ്ങനെയുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കാലത്തെ പാലസ്തീനായിലെ മതാത്മകമായ അവസ്ഥാവിശേഷം പഠിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 പ്രഭാഷണങ്ങളിലൂടെ. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മതാത്മകതയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്. 1 ബലിയർപ്പണം, 2 തീർത്ഥാടനം. കഴിഞ്ഞ തവണ നമ്മൾ ദേവാലയത്തെക്കുറിച്ച് കണ്ടു. ആ ദേവാലയത്തിലാണ് ബലിയർപ്പണം നടത്തുക. ബലിയർപ്പിക്കാൻ വേണ്ടി തീർത്ഥാടകരായി വരുന്ന ജനം തീർത്ഥാടകരായി വരുന്നത് തിരുനാളുകളിലാണ്. അപ്പോൾ ബലിയർപ്പണവും തിരുനാളുകളിലെ തീർത്ഥാടനങ്ങളുമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതു മതത്തിലും ബലിയർപ്പണത്തിന് പ്രസക്തിയുണ്ട്. പലരും പല രീതിയിലാണ് അർപ്പിക്കുക എന്ന് മാത്രം. മനുഷ്യൻ ഭക്ഷിക്കുന്നതൊക്കെ ദൈവങ്ങളും ഭക്ഷിക്കും എന്ന ഒരു കാഴ്ചപ്പാട് നിലവിലിരുന്ന സാഹചര്യത്തിൽ ദൈവത്തെ മനുഷ്യനെ കാണുന്ന പോലെ കണ്ട ജനങ്ങൾ മനുഷ്യന് ഇഷ്ടമുള്ളതൊക്കെ ദൈവത്തിനും ഇഷ്ടമായിരിക്കുമെന്ന് കരുതി ദൈവത്തിന് കാഴ്ച അർപ്പിക്കാൻ തുടങ്ങി. ഭക്ഷണ സാധനങ്ങൾ, മാംസഭുക്കുകളായ മനുഷ്യർ ദൈവത്തിന് മാംസവും രക്തവും അർപ്പിച്ചു. സസ്യഭുക്കുകളായവർ പഴവർഗ്ഗങ്ങളും പൂക്കളും അങ്ങനെയുള്ള ഫലമൂലാദികൾ കാഴ്ചയർപ്പിച്ചു. ആ കൂടെ എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും. ഇത് ബലിയർപ്പണത്തിന്റെ തുടക്കമാണ്. എല്ലാ മതങ്ങളിലുമുണ്ട് ബലിയർപ്പണങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. പ്രധാനമായും 2 കാര്യങ്ങളാണ് ബലിയർപ്പണത്തിലൂടെ മനുഷ്യൻ ലക്ഷ്യം വെച്ചിരുന്നത്. 1, ബലിയർപ്പണത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. പലപ്പോഴും ഭൂമിയിലുണ്ടാകുന്ന അത്യാഹിതങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിയിൽ സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾ, അത് കൊടുങ്കാറ്റാവാം, വരൾച്ചയാവാം, വെള്ളപ്പൊക്കമാവാം, അഗ്നിബാധയാവാം, കടലിന്റെ ക്ഷോഭമായിരിക്കാം, സുനാമി പോലുള്ള ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന്റെ കോപം മൂലം ഉണ്ടായതാണ് എന്ന് കരുതി ദൈവത്തെ പ്രീതിപ്പെടുത്താനായി മനുഷ്യർ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനായി ദൈവത്തിന് കാഴ്ചകൾ സമർപ്പിക്കുക, ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് എല്ലാ മതങ്ങളിലും മിക്കവാറും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കോപം അകറ്റുക, ദൈവത്തെ പ്രീതിപ്പെടുത്തുക. 2, ദൈവത്തിന് കാഴ്ച കൊടുത്ത് ദൈവത്തിന്റെ പ്രീതി ആർജിച്ച് ദൈവത്തിന് എന്തെങ്കിലും അനുഗ്രഹങ്ങളെ വാങ്ങുക എന്നതാണ്. അപ്പോൾ പ്രീതിപ്പെടുത്തുക 2 ലക്ഷ്യത്തിനു വേണ്ടിയായിരിക്കാം. ഒന്നുകിൽ ചെയ്ത കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തമായി, അല്ലെങ്കിൽ ദൈവത്തെ ഇതിന്റെ കോപം അകറ്റാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഔദാര്യം സ്വീകരിക്കാൻ വേണ്ടിയാവാം. ഇത് പൊതുവെ എല്ലാ മതങ്ങളിലും കാണുന്ന ഒന്നാണ്. ഇതിന്റെ കുറെയെല്ലാം സ്വാധീനം അഥവാ ആ ഒരു കാഴ്ചപ്പാടുകൾ ബൈബിളിലും നമ്മൾ കാണും. പക്ഷേ ഇതിൽ നിന്നും അല്പം കൂടി വ്യത്യാസമുണ്ട് ബൈബിളിലെ ബലിയർപ്പണങ്ങൾക്ക്. ബലിയർപ്പണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിൽ ബലിയർപ്പണത്തിന്റെ ചിത്രങ്ങളുണ്ട്. അത് തന്നെ 2 തരത്തിൽ കാണുന്നുണ്ടാവും. പുരോഹിത പാരമ്പര്യങ്ങളിൽ കാണുന്നതും പ്രവാചക പാരമ്പര്യങ്ങളിൽ കാണുന്നതുമായ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും യേശുവിന്റെ കാഴ്ചപ്പാട് എന്താണ് ബലിയർപ്പണത്തെക്കുറിച്ച്, അതും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമേ ബലിയർപ്പണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ബലികളാണ് അർപ്പിച്ചിരുന്നത്, എങ്ങനെയാണ് ഇസ്രായേലിൽ ഇതിന്റെ തുടക്കം, ആ വൈവിധ്യമാർന്ന പലതരത്തിലുള്ള ബലികളെക്കുറിച്ച് നമുക്ക് ആദ്യമേ കാണാം. ഉദാഹരണത്തിന്, ദൈവം അബ്രാഹവുമായി ഉടമ്പടി ചെയ്തത് ഒരു ബലിയർപ്പണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ബലിയർപ്പിക്കേണ്ട മൃഗങ്ങൾ, പക്ഷികൾ എന്തൊക്കെയാണ്. എല്ലാറ്റിനെയും 2 ഭാഗമായി മുറിച്ച് മാറ്റിവെച്ചു, പക്ഷികളെ മുറിക്കാതെ കൊന്നുവെച്ചു. അതിനുശേഷം ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നു അബ്രാഹം. സന്ധ്യയാകുമ്പോൾ ഈ മുറിച്ചുവെച്ച മൃഗങ്ങളുടെ മധ്യത്തിലൂടെ ഒരു തീച്ചൂള, ഒരു തീനാളം കടന്നു പോകുന്നതായിട്ട് കണ്ടു. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ദൈവം അബ്രാഹവുമായി ഉടമ്പടി ചെയ്തത് എന്ന് പറയും. ഇത് പണ്ട് മധ്യപൗരസ് ദേശത്ത് നിലവിലിരുന്ന ഒരു ഉടമ്പടിയുടെ ആചാരവുമാണ്. ഉടമ്പടിയിൽ പങ്കുവയ്ക്കുന്ന വ്യക്തികൾ മൃഗങ്ങളെ ബലിയായി അർപ്പിക്കുകയും ആ ബലിയർപ്പിച്ച മൃഗങ്ങളെ 2 ഭാഗമായി മുറിച്ചു മാറ്റിവെച്ചതിന് ശേഷം ഉടമ്പടിയിൽ പങ്കുചേരുന്ന 2 പേരും കൈകോർത്ത് ഈ മുറിച്ചുവെച്ച മൃഗങ്ങളുടെ ഭാഗങ്ങളുടെ നടുവിലൂടെ നടന്നു പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഉടമ്പടി ഒപ്പുവയ്ക്കുക. അതിന്റെ പ്രതീകാത്മകമായ അർത്ഥം ഇതാണ്: ജീവൻ കൊടുത്തും ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇനി അഥവാ ആരെങ്കിലും ഈ ഉടമ്പടിയിൽ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ ലംഘിക്കുന്ന വ്യക്തിക്ക് ഈ മുറിച്ചു വയ്ക്കപ്പെട്ട മൃഗത്തിന്റെ അവസ്ഥയായിരിക്കും സംഭവിക്കുക. അതിനുവേണ്ടി സാക്ഷികളായ ദൈവങ്ങളെ വിളിക്കും. അത് ദൈവം തന്നെ ഇവനെ ശിക്ഷിക്കും എന്നുള്ള ഒരു ശപഥവും പ്രതിജ്ഞയും ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും.
ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ഉടമ്പടിയുടെ അർത്ഥം. അത്രയേറെ ശക്തമാണ്. അബ്രാഹാം ആ മുറിച്ച മൃഗങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നത് ദൈവം തന്നെയാണ് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ സാക്ഷി നിർത്തി ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ്. ഞാൻ ദൈവമാണെങ്കിൽ ഈ ഉടമ്പടി ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരം ഒരു ഉടമ്പടി കൂടുതൽ ശക്തമായി സീനായ് മലയിൽ വെച്ച് നടക്കുന്നത് കാണും. പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ മൃഗങ്ങളെ ബലിയർപ്പിച്ചതിന് ശേഷം ആ മൃഗത്തിന്റെ രക്തം ബലിപീഠത്തിലും ഉടമ്പടിയുടെ പ്രമാണപ്പലകയിലും ജനങ്ങളിലും തളിച്ചുകൊണ്ടാണ് ഉടമ്പടി സാധൂകരിക്കുന്നത്, സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ദൈവവും മനുഷ്യനും കൂടി രക്തത്തിൽ ഒപ്പുവെച്ച് ഒരു ഉടമ്പടിയിൽ പങ്കുചേരുന്നു എന്ന സൂചനയാണ് ഇവിടെയുമുള്ളത്. ബലിയർപ്പണം ഉടമ്പടി ഉറപ്പിക്കുന്നതിനായി. ഇവിടെ ദൈവത്തിന് ഭക്ഷണം കൊടുക്കുകയല്ല, വിശക്കുന്ന ദൈവത്തിന് ആഹാരമായി മനുഷ്യൻ സമർപ്പിക്കുന്നതല്ല, ദൈവത്തിന്റെ മുമ്പിൽ സ്വയം ഇല്ലായ്മയാണെന്നും ശൂന്യതയാണെന്നും ഏറ്റുപറയുകയും ആ ദൈവത്തിന്റെ ഹിതമാണ് എൻ്റെ ജീവിതത്തിന് മാനദണ്ഡമെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന, വിധേയത്വം ഏറ്റുപറയുന്ന, അംഗീകരിക്കുന്ന ഒരു ഒരു കർമ്മമായി തീരുന്നു ബലിയർപ്പണം, ഉടമ്പടിയുമായി ബന്ധപ്പെട്ട ബലിയർപ്പണം. ഇതുതന്നെയാണ് അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെടുന്നത്. നിന്റെ ഏകജാതനെ ബലിയായി അർപ്പിക്കുക. ബലിയർപ്പിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിലും ദൈവം ആവശ്യപ്പെടുന്നുണ്ട്, നിന്റെ ഏകമകനെ ഒരു ദഹന ബലിയായി അർപ്പിക്കണം. ദൈവത്തിന് കൊടുക്കാത്തതായി ഒന്നും മാറ്റിവെക്കാൻ പാടില്ല. നീയും നിനക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് അംഗീകരിക്കുക. അങ്ങനെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ബലിയർപ്പണം തുടങ്ങിയത് ഇസ്രായേലിൽ. ആ ഒരു കാഴ്ചപ്പാടാണ് നിലനിന്നത്. ഇനി പലതരത്തിലുള്ള ബലികളെക്കുറിച്ച് നമുക്ക് കാണാം. ബലിയർപ്പിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് തന്നെ പലതരത്തിലുള്ള ബലികളുണ്ട്. ഉദാഹരണത്തിന് മുഖ്യമായും ബലിയർപ്പിക്കുന്ന മൃഗങ്ങളെയാണ്. അത് കാളക്കിടാവായിരിക്കാം, പശുക്കിടാവായിരിക്കാം, ചെമ്മരിയാടായിരിക്കാം, കോലാടായിരിക്കാം, മുട്ടാടോ പെണ്ണാടോ കുഞ്ഞാടോ ആകാം. പ്രായം 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ളതാകും. ഓരോ ബലിക്കും ഓരോ പ്രത്യേക പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ, അതുപോലെ തന്നെ പക്ഷികൾ, അത് ചെങ്ങാലിയാവാം, പ്രാവായിരിക്കാം. ഇതിന്റെ കൂടെ ധാന്യങ്ങൾ ബലിയർപ്പിക്കുന്നുണ്ട്. ധാന്യബലി അത് കതിരുകളായിട്ടായിരിക്കാം, കൊയ്തു കെട്ടിയ കറ്റയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പൊടിച്ച് മാവായിട്ടായിരിക്കാം. ആ ധാന്യത്തിന്റെ കൂടെ പാനീയ ബലി അർപ്പിക്കുന്നുണ്ട്. വസ്തുക്കൾ പാനീയ ബലിയായി എണ്ണയും വീഞ്ഞും അർപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെ സുഗന്ധദ്രവ്യങ്ങൾ ബലിയായി അർപ്പിക്കുന്നു. സുഗന്ധ ബലിപീഠത്തിൽ ദഹിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സുരഭിലമായ കാഴ്ചയായി, സുഗന്ധപൂരിതമായ കാഴ്ചയായി സമർപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയതാണ് ഇത് സമ്പൂർണ്ണ ബലിയാകുക. മാംസവും രക്തവും ധാന്യവും അതുപോലെ തന്നെ എണ്ണയും വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും എല്ലാം ബലിയർപ്പിക്കുന്നുണ്ട്. ഇത് വസ്തുക്കളെ സംബന്ധിച്ച്. രണ്ടാമത്തേത് ബലിയർപ്പിക്കുന്ന വിധം. എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടത്? ബലിയർപ്പിക്കുന്നത് പല രീതിയിലാവാം. ഏറ്റവും സ്വീകാര്യമായി കരുതപ്പെടുന്നത് സമ്പൂർണ്ണ ദഹന ബലിയാണ്, ഹോളോകോസ്റ്റ് എന്ന് പറയും. മൃഗങ്ങളെയാണ് ബലിയർപ്പിക്കുക. മൃഗത്തിന്റെ ഒരു ഭാഗവും മാറ്റിവെക്കാതെ മൃഗത്തെ സമ്പൂർണ്ണമായി ബലിപീഠത്തിൽ വെച്ച് നമ്മൾ കാണുകയുണ്ടായി. ജെറൂസലം ദേവാലയത്തിന്റെ ബലിപീഠത്തിന്റെ വലിപ്പം 14 മീറ്റർ നീളവും 14 മീറ്റർ വീതിയും 4 മീറ്റർ ഉയരവുമുള്ള വലിയ ഭീമാകാരമായ ബലിപീഠത്തിലാണ് മൃഗത്തെ അർപ്പിക്കുക. ആ മൃഗത്തെ കൊല്ലാൻ കൊണ്ടുവന്ന മൃഗത്തെ കെട്ടാനായിട്ട് ബലിപീഠത്തിന് ചുറ്റും വളയങ്ങളുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മൃഗത്തിന്റെ കഴുത്തറുക്കുക, അവിടെ വെച്ചാണ് തൊലിയുരിയുക, രക്തം ബലിപീഠത്തിന്റെ ചൂട്ടിൽ തളിക്കുക അല്ലെങ്കിൽ ഒഴിക്കുക, മാംസം ബലിപീഠത്തിൽ ദഹിപ്പിക്കുക. അപ്പോൾ സമ്പൂർണ്ണ ദഹന ബലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹോളോകോസ്റ്റ്, അതിന് ഓല എന്ന് പറയും. ഉയർന്നു പോവുക എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മൃഗം പൂർണ്ണമായും ഉയരുന്നു എന്നതാണ് സങ്കല്പം, ഒന്നും അവശേഷിപ്പിക്കാതെ. അതിലൂടെ ബലിയർപ്പകൻ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഉയരുന്നു എന്ന ചിന്തയും കടന്നു വരുന്നുണ്ട്. ആദ്യത്തേത് സമ്പൂർണ്ണ ദഹനബലി. രണ്ടാമത്തേത് ദഹനബലി എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്നതാണ്. ദഹനബലി പല രീതിയിലുള്ളതാവും. ദഹനബലിയിൽ ബലിമൃഗത്തിന്റെ ഒരു ഭാഗം, അത് അതിന്റെ രക്തം പൂർണ്ണമായും അതുപോലെ തന്നെ മേധസ്സുള്ള ഭാഗവും മറ്റു ചില അവയവങ്ങളും ബലിപീഠത്തിൽ ദഹിപ്പിക്കുന്നു. മറ്റു ചില ഭാഗങ്ങൾ പുരോഹിതന് അവകാശമായി കൊടുക്കുന്നു. ബാക്കിയുള്ള ഭാഗം ബലിയർപ്പകൻ അവകാശമായി കിട്ടുന്നു. അപ്പോൾ ഈ ദഹനബലിയിൽ ദൈവവും ബലിയർപ്പകനും ബലിയർപ്പിക്കുന്ന പുരോഹിതനും ഒരുമിച്ച് ഒരു മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നത്, ഒരു ഭക്ഷണത്തിൽ പങ്കുചേരുന്നു എന്ന സൂചനയാണ് കിട്ടുക. ആദ്യത്തേത് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെതാണെങ്കിൽ രണ്ടാമത്തേത് പരസ്പരമുള്ള ഐക്യത്തിന്റെ പ്രതീകമായി തീരുന്നു. അതുകൊണ്ട് ഇതിനെ സമാധാന ബലിയെന്നും അനുരഞ്ജന ബലിയെന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പോൾ രണ്ടാമത്തേത് ബേൺഡ് ഓഫറിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദഹനബലി, സേബ എന്ന് പറയും, രക്തം ബലിയായി അർപ്പിക്കുന്നതിന്. മൂന്നാമത്തേത് ലൈബേഷൻ അഥവാ നൈവേദ്യം എന്ന് പറയും, അത് വസ്തുക്കളാണ്. പാനീയ ബലി എണ്ണയാവാം അല്ലെങ്കിൽ വീഞ്ഞാവാം. ഇത് ബലിപീഠത്തിൽ ഒഴിക്കുന്നതാവാം അല്ലെങ്കിൽ ബലിവസ്തുക്കളുടെ മേൽ ഒഴിക്കുന്നതാവാം. ബലിവസ്തുവായി അർപ്പിക്കുന്ന ധാന്യബലിയുമുണ്ട്. ധാന്യബലി ദഹിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ധാന്യബലി അപ്പമായിട്ടോ കേക്കായിട്ടോ വെക്കുന്നുണ്ടാവും, പൊടിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ പല രീതിയിൽ അർപ്പിക്കുന്നുണ്ട് ധാന്യബലിയും അതുപോലെ തന്നെ പാനീയ ബലിയും.
ഇപ്പോൾ സമ്പൂർണ്ണ ദഹനബലി, പാനീയ ബലി. മറ്റൊന്ന് നീരാജനം എന്ന് പറയും. ദൈവത്തിന് മുമ്പിൽ ഉയർത്തി വീശുക എന്നാണ് ഇതിനർത്ഥം. ഹീവ് ഓഫറിംഗ് എന്നോ അല്ലെങ്കിൽ വേവ് ഓഫറിംഗ് എന്ന് പറയും. പുരോഹിതൻ ബലിയർപ്പകനോട് ചേർന്ന് ദൈവത്തിന് അർപ്പിക്കുന്ന വസ്തു അത് ആദ്യം കൊയ്ത് കിട്ടിയ കറ്റയാവാം, അല്ലെങ്കിൽ അർപ്പിക്കുന്ന മൃഗത്തിന്റെ ഭാഗമാവാം. അത് രണ്ട് കൈകളിലുമായിട്ട് ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയും രണ്ടു വശത്തേക്കും ഇരുവരുമായി ബന്ധപ്പെടുത്താനായി ഐക്യത്തിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം താഴേക്ക് വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുകളിലേക്ക് ഉയർത്തി വലത്തേക്കും ഇടത്തേക്കും താഴേക്കും കൈവീശുകയും ചെയ്യുന്ന ഇതിനെയാണ് പൊതുവെ നീരാജനം എന്ന് പറയുക. ഹീവ് ഓഫറിംഗ് അഥവാ വേവ് ഓഫറിംഗ്. ഇപ്പോൾ ദൈവത്തോടും സഹജീവികളോടും രമ്യതപ്പെടുത്തുന്നു എന്ന ഒരു സൂചന ഇതിന്റെ പിന്നിലുണ്ട്. ഒരുപക്ഷെ ബലിയർപ്പകൾ അന്ന് മനസ്സിലാക്കാതിരുന്ന മറ്റൊരു അടയാളം കൂടിയുണ്ട്, കുരിശിന്റെ അടയാളം. മുകളിലേക്കും താഴേക്കും രണ്ടു വശത്തേക്കും കൈവീശുമ്പോൾ ഉണ്ടാകുന്നത് ഒരു കുരിശിന്റെ അടയാളമാണ്. ഇങ്ങനെ നീരാജനം എന്ന പേരിൽ അറിയപ്പെടുന്ന ബലിയർപ്പണമുണ്ട്. ബലിയർപ്പണത്തിന്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് ബലിയർപ്പിക്കുക? പല ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാപപരിഹാരമാണ്. പാപപരിഹാരം ബലിയായിട്ട് വന്നു. അത് ദൈവം കോപിച്ചിരിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തോട് വിധേയത്വം നിഷേധിച്ച ആ വ്യക്തി ദൈവത്തോടുള്ള വിധേയത്വം, സമ്പൂർണ്ണമായ സമർപ്പണം ഏറ്റുപറയുകയാണ് ഈ ബലിയർപ്പണത്തിലൂടെ. അപ്പോഴേ ബലിയർപ്പിക്കുന്ന മൃഗം സമ്പൂർണ്ണമായി ദഹിപ്പിക്കപ്പെടുന്നു, അഥവാ അതിന്റെ രക്തം ബലിപീഠത്തിൽ തളിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ബലിമൃഗം ബലിയർപ്പകന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. വൈക്കേരിയസ് എന്ന് പറയും, പകരക്കാരനായി നിൽക്കുക. ദൈവത്തിൽ നിന്ന് പാപം മൂലം അകന്നുപോയ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു, ദൈവത്തിനെ തന്നെ കീഴ്പ്പെടുത്തുന്നു എന്നതിന്റെ അടയാളമായി എനിക്ക് എന്റെ കഴുത്തെടുത്ത് രക്തമർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടും ജീവൻ ബലിയർപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടും എന്റെ പകരമായി എന്റെ സ്ഥാനത്ത് ഞാനൊരു മൃഗത്തെ ബലിയർപ്പിക്കുന്നു. അത് ശുദ്ധിയുള്ള മൃഗമായിരിക്കണം. ഇത് ദൈവത്തിന്റെ കോപം ശമിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ദൈവമായുള്ള ഐക്യത്തിലേക്ക് വരിക എന്ന് പറയുക. സിൻ ഓഫറിംഗ് എന്നും പാപപരിഹാര ബലി എന്നും ഒക്കെ പറയാം ഇതിന്. രണ്ടാമത്തേത് റെക്കൺസിലിയേഷൻ അഥവാ ഐക്യം, അനുരഞ്ജന ബലി എന്നാണ് പറയുന്നത്. ഇതിനെ മീൽ ഓഫറിംഗ് അഥവാ ഭോജന ബലി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ദൈവവുമായും സഹോദരങ്ങളുമായും ഐക്യത്തിലേക്ക് വരുന്നു. ഒരുമിച്ച് ഭക്ഷിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കുന്നു, ഒരു കുടുംബമായി തീരുന്നു. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ദൈവവും മനുഷ്യരും ബലിയർപ്പിക്കുന്ന പുരോഹിതനും ഒരുമിച്ച് ദൈവത്തിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നു. അങ്ങനെ ഒരു ബലിയർപ്പണത്തിലൂടെ ദൈവത്തോടും സഹജീവികളോടും ഐക്യത്തിൽ വരുന്നു. അങ്ങനെയാണ് അനുരഞ്ജന ബലി. അപ്പോൾ ദൈവത്തോടും സഹജീവികളോടും ഐക്യത്തിലേക്ക് വരാൻ വേണ്ടി അർപ്പിക്കുന്ന ബലിയാണ് അനുരഞ്ജന ബലി. മൂന്നാമത്തേത് കൃതജ്ഞതാ ബലി എന്ന് പറയും. ദൈവം നൽകിയ വലിയ ദാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് ഇതിലൂടെ. ഈ ദാനങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിച്ചതായിരിക്കാം, അത് രോഗശാന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യം സാധിച്ചതോ എന്തുമാവട്ടെ, ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണം അനുഭവിക്കാൻ സാധിച്ചു, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിരിക്കാം. ഏത് ആവട്ടെ, വ്യക്തിക്ക് ലഭിച്ച ഈ വലിയ ദാനത്തിന് വ്യക്തിപരമായ ബലിയർപ്പിക്കും. ആ കൃതജ്ഞതാ ബലി വാസ്തവത്തിൽ നേർച്ചയായി നേരുന്നതുമാകാം. ഇനി വ്യക്തി മാത്രമല്ല, ദേശം മുഴുവനും ഒന്നിച്ച് കൃതജ്ഞതാ ബലി അർപ്പിക്കുന്ന അവസരമുണ്ടാവും. യുദ്ധത്തിൽ ജയിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് മോചനം നേടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ വലിയ ഭൂമികുലുക്കമോ അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷ കിട്ടിക്കഴിയുമ്പോൾ, വലിയ വരൾച്ച അവസാനിച്ചു മഴ കിട്ടുമ്പോൾ, ഇങ്ങനെ ദേശം മുഴുവനും കൂടി ദൈവത്തിന് നന്ദി പറയുന്ന കൃതജ്ഞതാ ബലിയർപ്പണമുണ്ടാകും. പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങൾ. ഇനി നാലാമത്തെ ഒന്നുകൂടി യാചനയാണ്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കൃപാകടാക്ഷവും ദൈവത്തിന്റെ അനുഗ്രഹവും യാചിക്കുന്നതിന് വേണ്ടി ബലിയർപ്പിക്കുന്നു. അത് നേർച്ചകൾ നേരും. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ എനിക്കിത് തരികയാണെങ്കിൽ, ഈ അനുഗ്രഹം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന കാഴ്ച വസ്തു ദൈവത്തിന് ബലിയായി അർപ്പിക്കാം. അതാണ് 66-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കഷ്ടതയിലായിരുന്നപ്പോൾ എന്റെ നാവുകൊണ്ട് നേർന്നതാണ് അവ. കഷ്ടതയിൽ ആയിരുന്നപ്പോൾ നാവുകൊണ്ട് നേർന്നു, കഷ്ടതകൾ മാറിക്കഴിയുമ്പോൾ കൃതജ്ഞതാ ബലി അർപ്പിക്കാനായിട്ട് വരുന്നു. ഇങ്ങനെ പൊതുവെ ഉള്ള ബലിയർപ്പണങ്ങൾ 4 തരം ബലിയർപ്പണങ്ങൾ. അതിൽ നിർബന്ധപൂർവ്വം അർപ്പിക്കപ്പെടേണ്ടവയുണ്ട്, അതുപോലെ തന്നെ സ്വതന്ത്രമായി കൊടുക്കേണ്ട സ്വാഭീഷ്ട കാഴ്ചകളുണ്ട്, നേർച്ചകളായി വരുന്നത്. ഇനി എപ്പോഴാണ് ബലിയർപ്പിക്കുക, ആരൊക്കെയാണ് ബലിയർപ്പിക്കേണ്ടത്? പൊതുവെ ഇസ്രായേലിന്റെ ബലിയർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ പല തരത്തിലുള്ള ബലിയർപ്പണങ്ങളുണ്ട്. ഒന്ന് അനുദിന ബലിയുണ്ട്, അനുദിന ദഹന ബലി. പ്രഭാതത്തിൽ രാവിലെ 6 മണിക്കും 9 മണിക്കും മധ്യേയും സായാഹ്നത്തിൽ 3 മണിക്കും 6 മണിക്കും മധ്യേയും അർപ്പിക്കുന്ന അനുദിന ദഹന ബലികളുണ്ട്. അതിന്റെ പുറമെ ആഴ്ചതോറും സാബത്ത് ദിവസത്തിൽ അർപ്പിക്കേണ്ട ദഹന ബലികളുണ്ട്, ആഴ്ചതോറും അർപ്പിക്കുന്ന ബലികൾ. ഇതിന്റെ പുറമെ എല്ലാ മാസവും മാസാരംഭത്തിൽ
കറുത്ത വാവിൻ നാളാണ് മാസം ആരംഭിക്കുക. അപ്പോൾ മാസാരംഭത്തിൽ അർപ്പിക്കേണ്ട ബലികൾ ഇത് എല്ലാ മാസവും അർപ്പിക്കണം. ഇതിനു പുറമെ ആണ്ടിൽ ഒരിക്കൽ അർപ്പിക്കേണ്ട ബലികളുണ്ട്, വാർഷിക ബലികൾ. അത് തിരുനാളുകളുമായി ബന്ധപ്പെട്ടാണ്. വിവിധ തിരുനാളുകളിൽ അർപ്പിക്കേണ്ട, ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ദീർഘിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം മാത്രം ദീർഘിക്കുന്നതായിരിക്കും. തിരുനാളുകളെ കുറിച്ച് പറയുമ്പോൾ വിശദമായിട്ട് നമ്മൾ കാണുന്നതാണ് തിരുനാളുകൾ അർപ്പിക്കേണ്ട ബലികൾ. ഇങ്ങനെ ഉള്ള വിവിധങ്ങളായ ബലികൾ, അനുദിന ബലി, ആഴ്ചതോറുമുള്ള ബലി, മാസം തോറുമുള്ള ബലി, വർഷത്തിലൊന്നു മാത്രം അർപ്പിക്കുന്ന ബലി. ഇതിന്റെ പുറമെ സ്വതന്ത്രമായി അർപ്പിക്കുന്ന സ്വാഭീഷ്ട ബലികളുണ്ട്. അത് നേർച്ചകൾ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ നേരുകയും അത് അർപ്പിക്കുകയും ചെയ്യുന്നു. ഒക്കേഷണൽ വോട്ടീവ് ഓഫറിങ്സ്. ഇതാണ് ബലിയെക്കുറിച്ചുള്ള പൊതുവെയുള്ള കാഴ്ചപ്പാട്. യേശുവിന്റെ നിലപാട് എന്തായിരുന്നു? ഈ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള യേശുവിന്റെ നിലപാട്, ഈ നിലപാട് പ്രധാനമായും പുരോഹിതന്മാരുടെ പ്രവാചകന്മാരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് യേശുവും ഈ ബലിയർപ്പണത്തോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബലിയർപ്പണം അതിൽ തന്നെ നല്ലതാണ്, ആവശ്യവുമാണ്. ദൈവത്തോടുള്ള വിധേയത്വം ഏറ്റുപറയുന്നതിന്, ദൈവത്തിന് നന്ദി പറയുന്നതിന്, ദൈവവുമായി സഹോദരങ്ങളുമായി രമ്യതയെത്തുന്നതിന് ഒക്കെ ബലിയർപ്പണം സഹായകമാകും. പക്ഷേ കാലക്രമത്തിൽ ഈ ബലിയർപ്പണം വെറും ബാഹ്യമായ ആചാരങ്ങൾ മാത്രമാവുകയും പലപ്പോഴും സമ്പന്നർ തങ്ങളുടെ പ്രൗഢി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാക്കി ബലിയർപ്പണങ്ങളെ മാറ്റുകയും ചെയ്തപ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രവാചകന്മാർ പ്രതികരിച്ചിരുന്നു. യേശയ്യായും ആമോസും ജെറമിയായും മിക്കായും ഹോസിയായും ഒക്കെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല, വളരെ ശക്തമായി ബലിയർപ്പണത്തിനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ കാണും. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം യേശയ്യ എടുത്തു കാണിക്കട്ടെ. യേശയ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിന്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. ഇത് പ്രവാചകന്മാരുടെ പൊതുവായ നിലപാടാണ്. ഇപ്പോൾ അർപ്പിക്കുന്ന വസ്തു അല്ല പ്രധാനം, അർപ്പകന്റെ ഹൃദയമാണ്. ഇപ്പോൾ ദൈവത്തിന് ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്നായിരുന്നു അർത്ഥം. ഈ ആത്മസമർപ്പണമില്ലാത്ത ബലിയർപ്പണം ആത്മവഞ്ചനയായിത്തീരുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ബലിയർപ്പണം കർത്താവിന് സ്വീകാര്യമാവില്ല. അതുകൊണ്ട് പറയും, നിങ്ങൾ എത്ര അർപ്പിച്ചാലും ഞാൻ നിങ്ങളെ നോക്കുകയില്ല, നിങ്ങൾ കൈ ഉയർത്തുമ്പോൾ ഞാൻ മുഖം തിരിക്കും, എടുത്തുകൊണ്ട് പോകുവിൻ ഈ ബലിവസ്തുക്കൾ എന്നൊക്കെ പറയാറുണ്ട് പ്രവാചകന്മാരിലൂടെ. ഈ ഒരു നിലപാട്, പ്രത്യേകിച്ചും ഹോസിയ പ്രവാചകന്റെ നിലപാടാണ് യേശു ബലിയർപ്പണത്തെക്കുറിച്ച് സ്വീകരിച്ചത് എന്ന് കാണാം. ഹോസിയ 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലിയല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ബലിയല്ല കരുണയാണ്, ദഹന ബലിയല്ല ദൈവജ്ഞാനമാണ് ഇഷ്ടം. ഈ ഒരു നിലപാടാണ് യേശു സ്വീകരിച്ചത് ബലിയർപ്പണത്തെക്കുറിച്ച്. അത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലും ഹോസിയ 6:6 ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ യേശുവിനും ആവശ്യം ബലി വസ്തുക്കളെക്കാൾ കൂടുതൽ ബലിയർപ്പിക്കുന്ന മനുഷ്യന്റെ ഹൃദയമാണ്. സമ്പൂർണ്ണ സമർപ്പണം, അനുസരണമാണ് ബലിയേക്കാൾ ആവശ്യം, കരുണയാണ് ആവശ്യം. മിക്ക 6:8 ചോദിക്കും, എന്ത് ബലിയുമായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് ദഹനബലികളല്ല ആവശ്യം, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിന് മുമ്പിൽ വിനീതനായി ചരിക്കുക. മിക്ക 6:8 പ്രവാചകന്മാർ പറഞ്ഞതാണ്. അപ്പോൾ ഈ പ്രവാചക പാരമ്പര്യത്തിലൂന്നി നിന്നുകൊണ്ടാണ് യേശു ബലിയർപ്പണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും. അതിനപ്പുറത്തൊന്നുകൂടിയുണ്ട്. യേശു ബലിയർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥ ബലി ഈ മൃഗങ്ങളൊന്നുമല്ല, വരാനിരിക്കുന്നൊരു വലിയ ബലിയുടെ പ്രതീകങ്ങളാണ് എന്ന് യേശു പറയും. അത് സ്നാപക യോഹന്നാൻ പറയും, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു തന്നെയാണ് യഥാർത്ഥ ബലിമൃഗമായി വരിക. യേശുവിന്റെ മരണമാണ് യഥാർത്ഥമായ ബലി, ഏക ബലി, എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുന്ന, എല്ലാവരെയും ദൈവത്തോടും തമ്മിലും അനുരഞ്ജിപ്പിക്കുന്ന ഏക ബലി യേശുവിന്റെ ബലിയാണ്. അതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ, പ്രത്യേകിച്ചും ലേഖനങ്ങളിൽ വളരെ വ്യക്തമായ പരാമർശങ്ങളുണ്ടാവും. യേശുവിന്റെ രക്തമാണ് നമ്മളെ പാപത്തിൽ നിന്ന് മോചിക്കുന്നത്, യേശുവിന്റെ രക്തമാണ് നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്നത്. റോമക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, അതുപോലെ തന്നെ 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, ഇങ്ങനെ അനേകം വാക്യങ്ങളിലൂടെ യേശുവിന്റെ ബലിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ മരണം തന്നെ ഒരു പുതിയ ഉടമ്പടിയായിത്തീരുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലുള്ള എന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുന്ന
ഒരു പ്രതീകാത്മകമായ ബലി, പ്രതീകങ്ങളിലൂടെയുള്ള യേശുവിന്റെ ബലി, പിറ്റേ ദിവസം പൂർത്തിയാകുന്ന ആ ബലി, ഇതാണ് ബലിയർപ്പണത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ഈ ബലിയർപ്പണവുമായി ബന്ധപ്പെടുത്തി കാണുന്ന തിരുനാളുകളുണ്ട്. 7 പ്രധാനപ്പെട്ട തിരുനാളുകളെക്കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. യഹൂദർ ആചരിച്ചിരുന്നു. അതിൽ 3 തിരുനാളുകൾ പുറപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തേത് പാസോവർ അഥവാ പെസഹ, കടന്നുപോകൽ എന്നാണ് അർത്ഥം. പെസഹ നീസാൻ മാസം 15-ാം തീയതിയാണ്, ഏപ്രിൽ മാസത്തിലാണിത് ആചരിക്കുക. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കടന്നു പോകുന്നതിന്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈജിപ്തുകാരുടെ ആദിജാതന്മാർ വധിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽക്കാരുടെ വീടിന്റെ കട്ടിളപ്പടിയിൽ കണ്ട കുഞ്ഞാടിന്റെ രക്തം മൂലം സംഹാരദൂതൻ അവരെ കടന്നുപോയതിന്റെ ഓർമ്മയൊക്കെ അനുസ്മരിക്കുന്നതാണ് പെസഹ. ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളും പെസഹ തിരുനാളാണ്. ഈ പെസഹ തിരുനാളനാണ് യേശു പുതിയ അർത്ഥവും മാനവും കൽപ്പിച്ചത്. യേശുവിന്റെ പുതിയ കടന്നുപോകൽ ഈ ഭൂമിയിൽ നിന്ന് പിതാവിന്റെ അടുക്കിലേക്കുള്ള കടന്നുപോകലായിത്തീരുന്നു പെസഹ. രണ്ടാമത്തേത് പന്തക്കുസ്ത എന്ന് പറയുന്നത് പെന്തേക്കോസ്തെ, 50-ാം ദിവസം എന്നാണ് അർത്ഥം. പെസഹ കഴിഞ്ഞ് 50-ാം ദിവസം അത് സീനായ് മരുഭൂമിയിലുള്ള യാത്രാമധ്യേ സീനായ് മലയിൽ വെച്ച് ദൈവം ഇസ്രായേൽക്കാരുമായി ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണ് അവർ അനുസ്മരിച്ചിരുന്നത്. ഇതൊരു വിളവെടുപ്പ് തിരുനാൾ കൂടിയായിരുന്നു പെന്തക്കോസ്തെ. അതിനുശേഷം സംഭരണ തിരുനാൾ അഥവാ കൂടാര തിരുനാൾ എന്ന് പറയും. മൂന്നാമത്തേത് ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതിന്റെ ഓർമ്മ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത കാലത്ത് ഒരു കൂടാരങ്ങൾ വസിച്ചതിന്റെ ഓർമ്മയാണ് അവർ കൂടാര തിരുനാളുകളിൽ ആചരിച്ചിരുന്നത്. സുക്കോത്ത് എന്നാണ് ഇതറിയപ്പെടുന്നത്. സുക്കോത്ത് അഥവാ കൂടാരങ്ങൾ, ഇസ്രായേൽക്കാർ കൂടാരങ്ങൾ വസിച്ചിരുന്നതിന്റെ ഓർമ്മയാചരിക്കുന്ന തിരുനാള്. പിന്നെ പുതുവർഷ തിരുനാളുണ്ട്. പുതുവർഷ തിരുനാള് കാഹളങ്ങളുടെ തിരുനാൾ എന്ന് പറയും. അത് സെപ്റ്റംബർ മാസത്തിലാണ്, 7-ാം മാസത്തിലാണ് അത് ആചരിക്കുക. ഇസ്രായേൽക്കാർ മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേൽക്കാരുടെ കലണ്ടറിനെ കുറിച്ച് തന്നെ ഓർക്കണം. ഇസ്രായേൽക്കാർക്ക് 2 തരം കലണ്ടറുണ്ട്. നമുക്കുള്ളതുപോലെ തന്നെ ലിറ്റേർജിക്കൽ കലണ്ടർ, ആരാധനാ ക്രമ പഞ്ചാംഗമുണ്ട്. അതുപോലെ തന്നെ സിവിൽ പഞ്ചാംഗവുമുണ്ട്. സിവിൽ പഞ്ചാംഗം അനുസരിച്ച് വർഷത്തിന്റെ ആരംഭത്തിലാണ് ഈ പുതുവർഷം ആരംഭിക്കുന്നത്. അത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും. അടുത്തത് ഡേ ഓഫ് അറ്റോൺമെന്റ് അഥവാ പാപപരിഹാര ദിനം. ഇസ്രായേൽക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തിരുനാളാണ് പാപപരിഹാര ദിനം. യോം കിപ്പൂർ എന്ന് പറയുന്നു. ആ തിരുനാളിൽ മാത്രമാണ് പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കാൻ കടപ്പെട്ടിരുന്നത്. ഇനി 2 തിരുനാൾ കൂടിയുണ്ട് ഇസ്രായേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി. ഒന്ന് ഹനൂക്ക അഥവാ ഡെഡിക്കേഷൻ, പ്രതിഷ്ഠയുടെ തിരുനാൾ എന്ന് പറയും. മക്കബായരുടെ കാലത്ത് ഇസ്രായേൽ ജനം ദേവാലയം ശുദ്ധീകരിച്ച് വീണ്ടും പുനഃപ്രതിഷ്ഠിച്ചതിന്റെ ഓർമ്മയാണ് പ്രതിഷ്ഠയുടെ തിരുനാളിൽ. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ കാണാം. ഇനി അവസാനം 7-ാമത്തേത് പൂരീം തിരുനാൾ എന്ന് പറയും. പൂരീം എന്ന് പറഞ്ഞാൽ നറുക്ക് എന്നാണ് അർത്ഥം. ഇസ്രായേൽ ജനത്തെ വധിക്കാനായി പേർഷ്യക്കാർ തീരുമാനിച്ചിരുന്നു. നറുക്കിട്ട് എടുത്ത് ഇസ്രായേൽക്കാരെ കൊല്ലാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എസ്തേർ മഹാറാണിയുടെ സമയോചിതമായ ഇടപെടൽ വഴി ഇസ്രായേൽക്കാർക്ക് മോചനം ലഭിച്ചതുകൊണ്ട് ആ ഓർമ്മ ആചരിക്കാനായി പൂരീം തിരുനാൾ അവർ ആഘോഷിച്ചിരുന്നു. ഇങ്ങനെ 7 തിരുനാളുകൾ ഇസ്രായേൽക്കാർ ആചരിച്ചിരുന്നു. ഈ 7 തിരുനാളുകൾക്കും തീർത്ഥാടനമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബലിയർപ്പണങ്ങളും ഉണ്ടായിരുന്നു. ഈ തിരുനാളുകളെല്ലാം കൂടി ഇന്ന് നമ്മൾ പുതിയ തിരുനാള്, പുതിയ ബലിയർപ്പണം, യേശുവിന്റെ പെസഹയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളും ഏറ്റവും പ്രധാനപ്പെട്ട ബലിയർപ്പണവും. ഓരോ ദിവസവും കത്തോലിക്ക ദേവാലയങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്നത് യേശുവിന്റെ ബലിയുടെ ഒരു പുനരാവിഷ്കരണമാണ്. ഇപ്പോൾ യേശുവിന്റെ തിരുനാൾ, ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ നമുക്കറിയാം, ഉത്ഥാനത്തിന്റെ തിരുനാളാണ്. അത് പെസഹായുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ ഞായറാഴ്ചയും ആചരിക്കുന്നതുമാണ്.